നമസ്കാരം. SK ഫ്രം സിറ്റി സ്മോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനെ ഇച്ചമ്മ സാവിത്രി മിസ് ചെയ്തോണ്ടിരിക്കാണ്. പക്ഷെ നമ്മളുടെ ലാസ്റ്റ് ദിവസം ഈ സിറ്റിയിലെ അതെ കേട്ടോ. ഇനി നമുക്ക് തിരിച്ച് മെൽബണിലേക്ക് പോവാറായി. ഇത് ബീച്ച് കുളിച്ച് എല്ലാ ബീച്ചിലും ഇറങ്ങി കുളിച്ചോണ്ടു. ഇത് ബീച്ച് കുളിച്ച ഫുള്ള് ടാനായി എല്ലായിടത്തും. ഇനി സിഡ്നി ബീച്ചിലൊക്കെ കുളിച്ചു. ജെല്ലി ഫിഷ് കണ്ടു. ഇന്നലെ അതൊക്കെ ഓർമ്മ ഉണ്ട്, അതൊക്കെ പറയാണ്. അപ്പൊ ജെല്ലി ഫിഷിനെ കണ്ടു. ഡാർലിംഗ് ഹാർബർ ആ ഭാഗത്തും കുറച്ച് നല്ല ഈ ഒരു സിറ്റി വൈബുള്ള ഒരു സ്ഥലങ്ങളാണ്. അപ്പോൾ ആ ഒരു സൈഡാണ് ഇന്ന് കവർ ചെയ്യണത്. നമ്മളിതാ മെട്രോന്ന് ഇറങ്ങി ലിഫ്റ്റ് കയറിയിട്ട് മോളിലേക്ക് പോകണം. ഇത് ബാരങ്കരു എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്, മെട്രോ സ്റ്റേഷൻ. ഇവിടുന്ന് നടക്കണം, നമുക്ക് നടന്ന് വേണം പോവാൻ. കുറച്ച് ദൂരം നടക്കാണ്ട്. നമ്മളിവിടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നേരെ മുമ്പിൽ ഒരു അടിപൊളി ബിൽഡിംഗ് ഉണ്ട്. ഒരു പ്രത്യേക ഷേപ്പ്, ഇങ്ങനെ പോയി ഇനി ഇങ്ങനെ. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഉള്ളിലേക്ക് കയറി നിൽക്കല്ലേ, നല്ല രസമായിട്ടുള്ള നല്ല സ്റ്റെപ്സ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കല്ലൊക്കെ ഇടല്ലേ, അതുപോലെ നല്ല രസമുണ്ട് ഇത് കാണാൻ. ഈ ഭാഗം ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, ഈ ഒരു സൈഡിൽ നമ്മൾ ഈ ബരങ്കരു എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ തന്നെ സൈഡ് മുഴുവൻ അവിടെ ഒരു വാൾപേപ്പർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു നാടിൻ്റെ ഈ ഒരു ആൻഷ്യൻ ഹിസ്റ്ററിയും എങ്ങനെയാണ് ഇവിടുത്തെ ബിൽഡിംഗ് ഉണ്ടായത്, എല്ലാ ഡീറ്റെയിൽസും, എന്തൊക്കെയാണ് പബ്ലിക് ആക്സസ് ഉള്ളത്, ഫുള്ള് ഇവിടെ തന്നെ ഫുള്ളൊരു വാളാണ്, വലിയ വാളാണ്. ഈ കാണുന്നത് സിനിമ തിയേറ്ററാണ്, ഒരു ഓപ്പൺ സിനിമ തിയേറ്റർ, മൂവിങ് ബെഡ് സിനിമ എന്ന് എഴുതിയിട്ട് ബെഡ് ഇട്ടിട്ടുണ്ട്. നിറയെ ബെഡുകളുണ്ട്. അതിൽ തന്നെ കിടന്ന് സുഖമായിട്ട് വലിയ സ്ക്രീനിൽ സിനിമ ആണ്. നമ്മുടെ മെൽബണിലെ ഒരു സൗത്ത് ബാങ്കും എന്താ ഡോക്ലൻസും ഒക്കെ കൂടി മിക്സ് ചെയ്ത പോലെയാണ് ഈ ഏരിയ കണ്ടു കഴിഞ്ഞാൽ. ശരിക്കും അതേപോലെ ഉണ്ട്. ആദ്യം അവിടെയൊക്കെ കണ്ടപ്പോൾ ആ സൈഡിൽ കണ്ടപ്പോൾ ഡോക്ലൻസാണ് തോന്നി. പക്ഷേ ഇപ്പുറത്തെ നേരെ മുന്നിൽ സീ ലൈഫ് ഫാക്ടറിയോ അങ്ങനെയുള്ള ബിൽഡിങ്, ക്രൗൺ പ്ലാസയൊക്കെ കാണാനുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സൗത്ത് ബാങ്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേപോലെ ഒരു വാഫിൽ പോയില്ലോ, മാൻലി വാഫ്, ഓർമ്മല്ലേ? അതുപോലെ തന്നെ ഇത് വേറെ ഒരെണ്ണം, ബാരങ്കരു വാഫ്. ഇതേ ബോട്ടുകളൊക്കെ റെഡിയാണ്, ഫെറി. എന്താ ചെയ്യണേ? ഇങ്ങോട്ട് ചാടണോ? ജമ്പാണോ? ഓക്കെ, ജമ്പ്. ഇനി ജമ്പ്. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണതിന് ഒന്നും സംശയിക്കണ്ട, ഇഷ്ടമാതിരി കടകളാണ്. ഈവൻ ഇവിടെ മോഡേൺ ഇന്ത്യൻ കുസി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടു. അത് വേണമെങ്കിൽ വേറെ ഉണ്ട്. ഏത് തരത്തിലുള്ള ഫുഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇഷ്ടമാതിരി കടകളാണ്, ഒരു രക്ഷയില്ല. ഇതേ ഓടി ഓടി വരുന്നു. എവിടെ ആയിരുന്നു? വാക്സ് മ്യൂസിയം കേറാം, കാണാം. ഡാർലിംഗ് ഹാർബറിലെ പ്രശസ്തമായിട്ടുള്ള പെർമോൺ ബ്രിഡ്ജിലാണ് ഞങ്ങൾ അങ്ങനെ എത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഉണ്ട്, എക്സലേറ്റർ ഉണ്ട്, മാത്രമല്ല ലിഫ്റ്റും ഉണ്ട്. എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ പഴയൊരു ബ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിലും കയറി വരാൻ ന്യൂതന ടെക്നോളജീസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിൽ ഇതിൽ കയറാം, സുഖമായിട്ട് നടക്കാം. പക്ഷേ വണ്ടികളൊന്നും പാടില്ല. സൈക്കിള് പറ്റും. ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ
ഡാർലിംഗ് ഹാർബറിൻ്റെ അത്യാവശ്യം നല്ല വ്യൂ ആണ്. രണ്ട് സൈഡിലേക്കും പോയി നോക്കിയിട്ട് ഇതിൻ്റെ ഫുൾ വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഒരു സൈഡിൽ നോക്കിയാൽ പുതിയ തരത്തിലുള്ള ബിൽഡിങ്സും, അതിൽ അപ്പുറത്ത് പുതിയ ബ്രിഡ്ജ് ഉണ്ട്, അതിൽ കാറുകളും ബസ്സുകളൊക്കെ ചീറിപ്പാഞ്ഞു പോകുന്നു. താഴത്ത് നിറയെ ബോട്ടുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ അടിപൊളി സൂപ്പർ ഡ്യൂപ്പർ ലെവലിലുള്ള ബോട്ടുകളാണ്. കാണുമ്പോൾ കയറാൻ തോന്നുന്നുണ്ട്. ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മ്യൂസിയവും, വാക്സ് മ്യൂസിയം ഉണ്ട്, സൂ ഉണ്ട്, സീ ലൈഫ് അക്വേറിയം ഉണ്ട്, എല്ലാം ഈ സൈഡിൽ. നേരെ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ മാരിടൈം മ്യൂസിയം ആണ്. എല്ലാത്തിൻ്റെയും ഒരു ഹോൾ വ്യൂ ആണ് നമുക്കിതാ ഇവിടെ നിന്നാ കിട്ടുക. 1902 ഈ ബ്രിഡ്ജ് തുടങ്ങിയത്. അപ്പോൾ അന്ന് സിഡ്നി CBD നിന്നും ഫെയർമൗണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പെഡസ്ട്രിയൻസ് മാത്രമായിരുന്നില്ല, അന്ന് വണ്ടികളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് 1980കളിലാണ് ഇത് മാറിയിട്ട് വെറും പെഡസ്ട്രിയൻ ബൈക്സും മാത്രമായിട്ട് അവർക്ക് മാത്രം പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാക്കിയത്. ഇത് ശരിക്കൊരു സ്വിംഗ് ബ്രിഡ്ജ് കൂടിയാണ്. ഡാർലിംഗ് ഹാർബറിൽ നിന്ന് നമ്മളിനി അടുത്തത് ചൈനീസ് ഗാർഡൻ ഓഫ് ഫ്രണ്ട്ഷിപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഹാർബറിൻ്റെ രണ്ട് സൈഡിലും നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരു സൈഡിൽ ക്രൂസ് ഷിപ്പുകളും കാറ്റാമറൻസും ഒക്കെ. അപ്പോൾ ആ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ വലിയ ക്രൂസും ബോട്ടും ഒന്നും മാത്രമല്ല, നമുക്ക് കുഞ്ഞി പെഡൽ ബോട്ടും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കണ്ടോ അവിടെ ആ അമ്മയും പിള്ളേരും കൂടെ എന്ത് രസമായിട്ടാണ് പെഡൽ ബോട്ടിൽ പോണേ. അവിടെ വേറെ 2-3 പേരുണ്ട്. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്, അതായത് മാരിടൈം മ്യൂസിയത്തിൻ്റെ അതേ സൈഡിൽ, ആ സൈഡിൽ നിന്ന് നമുക്ക് ഇതുപോലെ പെഡൽ ബോട്ട് കിട്ടും. അപ്പോൾ ഇത് തന്നെ അങ്ങനെ ബോട്ടിലൊക്കെ തന്നെ പെഡൽ ചെയ്ത് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയാവാം. ഇത് ഒരു ചില്ലറ കരോസലൊന്നുമല്ല. ഇത് കാലങ്ങൾക്ക് മുമ്പ് 1894 ഇംഗ്ലണ്ടിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവന്ന ഒരു സംഭവമാണ്. അത് സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു. ഇംഗ്ലണ്ടിൽ പണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു കരോസലായിരുന്നു ഇത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നന്നായിട്ട് ഒന്ന് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് ഇവിടുത്തെ ആൾക്കാർ റെഡിയാക്കി കൊടുത്തതാണ് ഇന്നത്തെ ഈ കാണുന്ന രൂപത്തിൽ. നമ്മളങ്ങനെ ചൈനീസ് ഗാർഡൻ ഓഫ് ഫ്രണ്ട്ഷിപ്പിൻ്റെ മുമ്പിലെത്തി. ഇനി കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ എൻട്രൻസിലെത്തും. വരണ വഴി ശരിക്കും ഡാർലിംഗ് ഹാർബറിൽ നിന്ന് നേരെ മുമ്പിലേക്ക് വരുമ്പോൾ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ സൈഡിൽ കുട്ടികളുടെ പാർക്കാണ്. ഒരു വലിയ ഏരിയ ആണ്. കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതിന് കുറേ നേരം കളിക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ പിടിച്ചു വെച്ച് കൊണ്ടു. ഇനി നേരെ ഗാർഡനുള്ളിലേക്ക് പോകും. ഈ ചൈനീസ് ഗാർഡൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ്, അതാണ് അതിൻ്റെ എൻട്രൻസ്. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് അതിൻ്റെ ഓപ്പണിംഗ് അവേഴ്സ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ തന്നെ ആ ഒരു വ്യാളി പോലത്തെ ഡ്രാഗണിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ശില്പമൊക്കെ ഒത്തി വെച്ചിട്ടുണ്ട്. പ്രോപ്പർ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരു ചൈനീസ് സ്ഥലത്ത് എത്തിയൊരു ഫീലാണ് ഈ ഒരു ഭാഗത്ത് വന്നാൽ. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകാനേ. ബോൺസായി, നിറയെ ബോൺസായി മരങ്ങൾ കണ്ടാ, കുഞ്ഞു കുഞ്ഞു. അതിൻ്റെ മുകളിലേക്ക് അതൊക്കെ നോക്കിയത് നല്ല വലിയ വലിയ ഫിഷാണ്. ഒട്ടും പേടില്ലാത്ത മീനുകൾ കേട്ടോ. കാരണം അപ്പോൾ ഈ കൊച്ച് കൈയിടുമ്പോഴേ അത് വന്ന് നിന്ന് തരണ്ട, എനിക്ക് തൊടാനൊക്കെ പറ്റുന്നുണ്ട്. ഇതിനെ സഹിക്കാൻ വയ്യ. ചൈനീസ് ഗാർഡനിലെ ഒരു നല്ലൊരു പൊസിഷനിലാണ് ഇപ്പം ഞാനിരിക്കണം. നമ്മൾ നേരെ പിന്നെ കണ്ടത് ഒരു ആമ്പൽ താമര പൊയ്കയാണ്. നിറയെ ആമ്പലും താമരകളും ഉണ്ട്. എന്താ അവിടെ ഫിഷ് ഉണ്ട് അതിനുള്ള ഇല്ലേ? കാണാനില്ലേ? ഫിഷ് കാണാനില്ലേ? വേറൊരു സംഭവമാണ്. ഇവിടെ ഒരു എക്സിബിഷനാണ്, ദ ഗാർഡൻ ത്രൂ ഫ്രണ്ട്ഷിപ്പ്, എ ഗാർഡൻ ത്രൂ ഫ്രണ്ട്ഷിപ്പ്. അതിൻ്റെ എക്സിബിഷനാണ് ഇതിനുള്ളത്. ഒരു കുഞ്ഞ സ്ഥലം. നമുക്ക് ഉള്ളിൽ പോയി കാണാം. അവിടെ കുറേ ചൈനീസ് പാത്രങ്ങളും സംഭവങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു മാൻമെയ്ഡ് വാട്ടർഫോൾ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ നിറയെ ഈ ഒരു
വെള്ളച്ചാട്ടത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി പോണത്. ആ വഴി കൂടെ പോയാൽ ശരിക്കും ഒരു ബാമ്പു വാക്കാണ്. രണ്ടു പുറത്തും നിറയെ ഈ മുളകളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുറച്ച് ദൂരം നടക്കാം. നല്ല രസമുണ്ട്. നേരെ ചിരിക്കൂ, ചിരിക്കൂ. ഇങ്ങനെ ഓടുക, അങ്ങോട്ട് ഓടിക്കോ. ഇത് എല്ലാവർക്കും ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് തരാണ്. ചൈനീസ് ഗാർഡൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കണ്ടു. നല്ല സുഖമുണ്ട് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ. പക്ഷെ നമ്മുടെ കയ്യിൽ ടൈം വളരെ കുറവാണ്. ഇന്ന് തിരിച്ചു പോകണല്ലോ. അങ്ങനെ ഇവിടുന്ന് പോവാണ്. ഇനി ബാക്കി ഒരു കുഞ്ഞു ചില കാഴ്ചകൾ കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ സിഡ്നി കാഴ്ചകൾ തൽക്കാലത്തേക്ക് നിർത്തും. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഡാർലിംഗ് സ്ക്വയറിലാണ്. ഇവിടെ ഒരു ജെലാറ്റിനോ ഫേമസ് ഐസ്ക്രീം ഉണ്ടെന്ന് കേട്ടു. അത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല അടിപൊളി ഇതിന് ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സിഡ്നിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജെലാറ്റിനോ ഐസ്ക്രീം കഴിക്കാൻ വന്നതാണ്. മെസ്സിന ഇൻ ഡാർലിംഗ് സ്ക്വയർ. എങ്ങനെയുണ്ട് ഐസ്ക്രീം? രണ്ട് ഐസ്ക്രീം വാങ്ങി അല്ലേ. ഇത് നമ്മള് ഇതിന് ഇപ്രാവശ്യം സാധാരണ എപ്പോഴും പിങ്കാ പറയാറ്. ഇന്ന് വൈറ്റ് ആണ് അത്ര വേണ്ടത്. ഇതെന്താണ് മാക്കഡമിയ ക്രഞ്ചും ഇത് ഡൂൾച്ചെ ഡിലച്ചെ. ഇത് രണ്ടുമാണ് ഇത്ര ഇവിടുത്തെ ബെസ്റ്റ് സെല്ലിങ്. പിന്നെ ഒന്നും കൂടി പറഞ്ഞു, പിസ്റ്റാച്ചിയോ പ്രലൈൻ. അതും പറഞ്ഞോ? അല്ല, അത് ഞാൻ വേണ്ട പറഞ്ഞു. അപ്പോൾ ഇവര് 3 എൻ്റെ അടുത്ത് പറഞ്ഞത്, സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ. നല്ല പാല് അല്ലേ? അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു സിഡ്നി ട്രിപ്പിന്റെ അവസാന നിമിഷങ്ങളായി. നമ്മൾ നല്ല സ്വാദുള്ള ജെലാറ്റിനോ ഐസ്ക്രീം കഴിച്ച് ട്രിപ്പ് അവസാനിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് അപ്പാർട്ട്മെന്റിൽ പോയി സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച ഫ്ലൈറ്റിൽ മെൽബണിലേക്ക് തന്നെ പോവാണ്. ഇനിയും കുറേ വിശേഷങ്ങളും കുറേ കാഴ്ചകളൊക്കെ ബാക്കി ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാം കാണാൻ വേണ്ടി വീണ്ടും നമ്മൾ വരേണ്ടി വരും. അപ്പോൾ വീണ്ടും കാണാം. അതുവരയ്ക്കും